ഗൈസ് നമ്മളെ ട്രെയിൻ വളരെ ലൈറ്റായിരുന്നു. പിന്നെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് വരുന്നത് ട്രെയിന്. ശരിക്കും 8:45 ട്രെയിനാണ്, 9:45 വരുന്നത്. പെൻസിലുണ്ട് അവിടെ. യോ വാട്സ്ആപ്പ് ഗൈസ്, പെൻസിൽ കാർലോ ഇവിടെ വന്നിക്കണ് തോന്നണ, എനിക്കറിയത്തില്ല. ചെക്ക് ചെയ്യണ്ട്. കാർലോ വന്നിക്കണോ? നീ വിളിച്ചു നോക്കി. അവിടെ എന്തായാലും എത്തിയിട്ടുണ്ട്. കാരണം അവന് 11 മണി 12 മണിക്ക് എറണാകുളം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നോക്കണം. ബാക്കി അവിടെ എത്തിയിട്ട് നമുക്ക് വിശേഷമൊക്കെ നോക്കാം. ഓക്കെ, ഓൾ സെറ്റ്. അതാ കാർലോ എവിടുക്കാ? ചോറ് കഴിക്കാനാ? വീട്ടിലെന്താ? വീട്ടിൽ ഫുഡുണ്ടോ? എനിക്ക് വയ്യേന്ന് പെൻസില്, എനിക്ക് വയ്യേന്ന്. എൻ്റെ കാര്യം പറഞ്ഞ പെൻസിലെ എടാ, പെൻസിലെ ഓർഡർ ചെയ്താ? ഓ, ഞാൻ സെൻട്രൽ ബാക്ക് വിചാരിച്ചു. ഇവിടെ എങ്ങനെ ഫുഡ് എന്താ പാട്? ഫുഡ് എന്താ പാട് നോക്കുമ്പോ CBയാ കഴിച്ചിട്ടുണ്ടാ? കാർലോ നല്ല റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അവസ്ഥ നമുക്ക് അറിയത്തില്ല, നമ്മൾ കഴിച്ചു നോക്കിയിട്ട് അറിയാറുണ്ടല്ലോ. ഫൈനലി ബിരിയാണി വന്നിട്ടുണ്ട്. ബിരിയാണി ഇല്ല, ഇത് നെയ്ച്ചോറല്ലേ? മസാലയോ? ഇവരവിടെ എങ്ങനെയാണ് സംഭവം? ഇത് കാണുമ്പോൾ ഇത് നെയ്ച്ചോറാണ്, പക്ഷെ ഇതിനുള്ളിൽ മസാല ഉണ്ടല്ലോ. കോഴിമുട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഓൾ സെറ്റ്. ഇനി ബാക്കി ഫുഡ് കഴിച്ചിട്ട് ഓക്കെ, ബൈ ബൈ. ഗായ്സ്, നമ്മൾ ഫൈനലി ഈരാറ്റുപേട്ട എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ റൂം എവിടെയാണെന്നറാ? അവിടെ എത്ര റേവ റെസിഡൻസി. ഓക്കെ, അത് അസ്ലിം അതല്ലേ? ഗായ്സ്, നമ്മൾ റൂം കാണിച്ചു തരാം. നമ്മൾ റൂം, യെസ് ഗായ്സ്, ദിസ് ഈസ് അവർ റൂം. യാ പെൻസിൽ. ഹേയ് എന്തില്ലേ പറഞ്ഞ എന്നെ ഇപ്പോഴും കണ്ടതല്ലേ? പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഗായ്സ്. ഈ കണ്ണട നോക്ക്, രണ്ട് സെയിമാ. ഓനൊരു 10 മാസം മുമ്പ് മറ്റേ സ്റ്റാർട്ടിങ് നിർത്ത സെയിം സമയം നമ്മളും അവിടെ തന്നെ എടുത്തത്. യോ 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 സുസുവിന്റെ കാക്ക ഗൈസ്, നമ്മള് പറയാണ്ടിരിക്കാൻ വയ്യ. എല്ലാവരും നമ്മളെ പെൻസിൽ മാനക് ഇൻസ്റ്റാ അക്കൗണ്ട് എല്ലാവരും വിസിറ്റ് ചെയ്യുക. ഓക്കെ, ഓ പെൻസിൽ മാനക് ഇൻസ്റ്റയിൽ അടിച്ചാൽ മതി. ഓക്കെ ഓക്കെ, നൈസ് വൺ. ഈ ഫോട്ടോ ആണ്. 46, 47, 48, 49, 50. അടിച്ചു കയറി വാ. വിഷയം 50 വർഷം 90 അടിക്കണം. സത്യം. ഫോം ഓർഡർ കുറേ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ 90 അടിക്കണതാ. എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കാറിൽ വന്നിട്ടുള്ളത്. നമ്മൾ പിക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാനുള്ളവരുടെ വരുമ്പോൾ നമ്മൾ കാറിലോനെ എവിടേക്കോ കൊണ്ടുപോകുന്നുണ്ട്. ഒന്നും കാണുന്നില്ല. നമ്മൾ ചെക്ക്
രണ്ടും വെക്കണം. കിട്ടുമില്ല. നടന്നിട്ട് ഹെലികോപ്റ്റർ ഏത് റോഡ് ഇപ്പൊ ആരുടേത്? സ്വന്തമല്ല, രാവിലെ തൊട്ട് തുടങ്ങിയതാ വ്ലോഗ് എടുക്കല്. അടുത്ത പോലും പരിപ്പൂരി എടുത്തോ. പരിപ്പൂരി പരിപ്പൂരി കൊടുത്താൽ മതി. ഗ്ലാസ് മാറ്റിവിടാ. ചോറ് ടീനെ മണിച്ച് പേടിച്ചിട്ട് മാറി നിൽക്കേ. കാർലോ എന്താ പറയാ? ഈ കടയാ അതന്നെ എപ്പോഴും പറയുന്നത്. ഫൈനൽ റൈമാറ്റർ വേഴ്സസ് ഞങ്ങളിവിടെ പുട്ടൊക്കെ വന്നാണല്ലോ. ഞങ്ങൾ കളിക്കാൻ വന്നവരാ. ഒന്ന് ബാർ മേടിച്ചു പോയോ? ഓഫ് സൈഡാ. ഓഫ് സൈഡ് ആയാലും ബാർ മേടിച്ചില്ലേ? അങ്ങോട്ട് എത്തിയിട്ടില്ല. വരുന്നു ഒരു ഷോട്ട് പോലും അടിച്ചിട്ടില്ല. വലിയ റയലാണ്. എന്തെന്നാ കാർലോ കേൾക്കുന്നത്? കളി കഴിയുമ്പോ 26 മിനിറ്റ് ആയിട്ടുള്ളൂ. 26 മിനിറ്റ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ രാവിലെ എണീച്ച് നല്ല ടയേർഡായിരുന്നു. ഇപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനിങ്ങാണ്. വിശക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇന്നലെ നല്ല ടയേർഡായി. പിന്നെ ഇന്നലെ ഒരു കളിയൊക്കെ കണ്ടതിന് ശേഷം ഫൈനലുണ്ടായിരുന്നല്ലോ. അപ്പോൾ റൈമാറ്റോട് ചോദിച്ചു. നല്ല കളിയായിരുന്നു. നല്ല മനസ്സിലായി. നല്ല കളിയായിരുന്നു. കേറി അടിച്ചു പോവാ. ഇവിടെ നല്ല ഹോട്ടൽ നോക്കണം. ഇവിടെ എടുത്ത് തന്നെ ഹോട്ടലുണ്ട്. നമ്മള് മറ്റേ വാഗമണ് പിന്നെ ത്രീയാ. വ്ളോഗ് 3യാ. നമ്മള് വ്ളോഗ് 2 പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, കാർലോക്ക് എന്തോ എക്സാം ഉണ്ട്, എനിക്കെന്തോ എക്സാം ഉണ്ട്. അത് കാരണം നമുക്ക് മാറ്റി വെക്കാല്ലേ. കഴിച്ച് നമ്മള് പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. പൊറോട്ട, ചിക്കൻ കറി, കാർലോ ചായ, കോഫി, ചായ. കഴിഞ്ഞ വ്ളോഗ് പോലെ നമുക്ക് അങ്ങനെ കറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എനിക്ക് എക്സാമും കാർലോക്ക് എക്സാം, പിന്നെ പെൻസിൽ വർക്കും ഉണ്ടായിരുന്നു തിങ്കളാഴ്ച. പെൻസിൽ നേരെ നാട്ടിലേക്ക് പോയി. പിന്നെ ഞാനും കാർലും കൂടി കോളേജിൻ്റെ അടുത്ത് റൂം എടുത്തു. കാരണം എനിക്ക് രാവിലെ എണീച്ച് ആ കോളേജിലായിരുന്നു എക്സാം. എന്താ ഈ നാരായണ ഗുരു കോളേജ് എന്തോ പറഞ്ഞിട്ട്. പിന്നെ രാത്രി ഹോട്ടൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഈ തട്ടട മാത്രമായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, ഞാനും കാർലും കൂടിയിട്ട് നല്ല മറ്റേ തട്ടട പോയിട്ട് നല്ല ബ്രെഡ് ഓംപ്ലേറ്റും ഓർഡർ ചെയ്ത് അടിച്ച് പിന്നിച്ച് നൈസായിരുന്നു. അവിടെ നല്ല ഹോട്ടലാണ്. കാരണം നല്ല തിരക്കും ഉണ്ടായിരുന്നു അവിടെ. ഗൈസ്, എല്ലാ ഹോട്ടലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ടൈമിൽ തട്ടുകട മാത്രമേ ഉള്ളൂ. ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് കാർലുണ്ട്. എല്ലാവർക്കും നമ്മളെ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് മുന്നത്തെ ഒരു വ്ളോഗ് ഉണ്ട്, അതിന് ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ വീഡിയോൻ്റെ മേലെ കൊടുക്കുക. ഓക്കെ.